മറ്റൊരു വാർത്തയിലേക്ക്. സ്കൂൾ സമയമാറ്റത്തിൽ നിലപാട് കടുപ്പിച്ച് സമസ്തയും സർക്കാരും. സമയമാറ്റത്തിൽ പിന്നോട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. സമുദായത്തിന്റെ ആവശ്യം അവഗണിച്ചാൽ തിക്തഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം മുന്നറിയിപ്പ് നൽകി. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വിദ്യാഭ്യാസ മന്ത്രി സമയമാറ്റം സംബന്ധിച്ച ചർച്ചയ്ക്കായി ക്ഷണിച്ചു. സ്കൂൾ സമയമാറ്റത്തിൽ മതത്തിന്റെ പേരിൽ ആരും സർക്കാരിനെ വിരട്ടാൻ നോക്കണ്ട. ആശങ്കയുണ്ടെങ്കിൽ ചർച്ചയാകാം. 15 മിനിറ്റ് രാവിലെയും വൈകുന്നേരവും പഠിച്ചു എന്ന് കരുതി ഒന്നും സംഭവിക്കാനില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. 15 മിനിറ്റ് രാവിലെയും 15 മിനിറ്റ് വൈകുന്നേരവും പഠിച്ചെന്ന് വിചാരിച്ചിട്ട് ഒന്നും ലോകത്ത് സംഭവിക്കാനില്ല. അതങ്ങനെ വേണ്ട എന്ന് പറഞ്ഞവരോട് ഞാൻ പറഞ്ഞു, മതത്തിന്റെ പേര് പറഞ്ഞ് ഒരു ഗവൺമെന്റിനെ വിരട്ടാനൊന്നും നോക്കണ്ട. ആ വിരട്ടിലൊന്നും വിടുന്ന ഗവൺമെന്റ് അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്ന് പറഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർത്തു കൊടുക്കാം. വിദ്യാഭ്യാസ നയം മാറുക തന്നെ വേണമെന്ന് സ്പീക്കർ AN ഷംസീറും വ്യക്തമാക്കി. സ്കൂൾ സമയം കാലാനുസൃതമായി മാറ്റത്തിന് വിധേയമാകണം എന്ന ഡിബേറ്റ് തുടക്കം കുറിക്കുമ്പോൾ കേരളത്തിലെ നിയമസഭാ സ്പീക്കർ ഞാൻ അദ്ദേഹത്തെ ശക്തമായി പിന്തുണക്കുന്നു. കാരണം വിദ്യാഭ്യാസ സമയം മാറണം. കുട്ടികൾ റിലാക്സായി പഠിക്കണം. കുട്ടികൾ ഏറ്റവും നല്ല ഫ്രഷായി നിൽക്കുന്ന സമയം രാവിലെ 8 മണിയാണ്. ഒരു 8 മണി മുതൽ 1 മണിയോ 2 മണിയോ തുടർന്ന് വീട്ടിനകത്ത് വിശ്രമിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് ക്രമം മാറണം. എന്നാൽ സമസ്തയെയും സമുദായത്തെയും അവഗണിച്ചാൽ തിക്തഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് ഉമർ ഫൈസി മുക്കം മുന്നറിയിപ്പ് നൽകി. തീരുമാനത്തിൽ പിന്നോട്ടില്ലെങ്കിൽ ചർച്ചയുടെ ആവശ്യമുണ്ടോ എന്നും ഉമർ ഫൈസി ചോദിച്ചു. ചർച്ച ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി തീരുമാനമെടുക്കരുത്. എല്ലാ ഗവൺമെൻറ്റുകളും അങ്ങനെ വരുമ്പം പ്രത്യേകിച്ച് വലിയൊരു സമൂഹമാണ് സമസ്ത അല്ലെങ്കിൽ മുസ്ലിം വിഭാഗം എന്നൊക്കെ പറയുന്നത്. അവർ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഒരു സർക്കാരും വിചാരിക്കേണ്ട. അതൊരു ധിക്കാരപരമായ പോക്കായിരിക്കും. അതിൻ്റെ തിക്തഫലം അവരനുഭവിക്കേണ്ടി വരും ആരായിരുന്നാലും. സർക്കാർ ക്ഷണിച്ച ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് സമസ്ത നേതൃയോഗത്തിന് ശേഷം നേതാക്കൾ അറിയിച്ചു. റിപ്പോർട്ടർ, കോഴിക്കോട്.